to Mahimas cooking class. ഇന്നത്തെ വീഡിയോയിൽ വറുത്തരച്ച ബീഫ് കറിയുടെ റെസിപ്പിയാണ്. വറുത്തരച്ച ബീഫ് കറി എൻ്റെ രീതിയിൽ ഞാൻ ചെയ്യുന്നത് ആദ്യം നമ്മൾ ബീഫ് ഒന്ന് വറുത്തെടുക്കും. ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് ബീഫ് ചേർക്കാം. ഞാൻ യൂസ് ചെയ്തേക്കുന്ന ബഫലോ മീറ്റാണ്. നമ്മൾ ഉപ്പോ ഒന്നും പുരട്ടാതെയാണ് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. 1/2 കിലോ പോത്തിറച്ചി അല്ലെങ്കിൽ ബഫലോ മീറ്റാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത്. നമ്മളിങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് ഒത്തിരി വെള്ളം ഇറങ്ങും. ആ വെള്ളം പറ്റുന്ന വരെ കുക്ക് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ബ്രോഡറായിട്ട് അല്ലെങ്കിൽ വിസ്താരമുള്ളൊരു പാത്രത്തിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ, ഇതേപോലെ പറ്റിക്കുകയാണെങ്കിൽ ഒട്ടും വെള്ളം ഇറങ്ങാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ബ്രൗൺ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വെള്ളം എല്ലാം പറ്റി ഒരു 2-3 മിനിറ്റും കൂടെ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഈ സമയത്തിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം നോക്കിയാൽ ബീഫ് അവിടെ ഇവിടെയൊക്കെ ഒരു ബ്രൗൺ ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ പാനിലേക്ക് 2 ടേബിൾ സ്പൂണും കൂടെ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് 1/2 കപ്പ് ചുമന്നുള്ളി സ്ലൈസ് ചെയ്തത്, അപ്പം തന്നെ ഒരു സവോള സ്ലൈസ് ചെയ്ത്, ഒരു മീഡിയം സൈസിലുള്ള സവോള സ്ലൈസ് ചെയ്തതും കൂടെ ചോപ്പ് ചെയ്തതും കൂടെ ചേർക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ലൈറ്റ് ബ്രൗൺ കളർ ആകുന്ന വരെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റേജായി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനായിട്ടുണ്ട്. ഇഞ്ചി ചതച്ചത് 1 ടീസ്പൂൺ നിറച്ച്, വെളുത്തുള്ളി ചതച്ചത് 2 ടീസ്പൂൺ, അത് ഹീപ്ഡായിട്ടാണ്. അതേപോലെ 2 പച്ചമുളകും കൂടെ ചേർക്കാം. ഇത് നന്നായിട്ട് വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കാം. ഇതേക്ക് ഉള്ളി ഒന്നും കൂടെ ബ്രൗൺ ആവും, പച്ചമണം മാറുകയും ചെയ്യും. പച്ചമണമൊക്കെ മാറി നല്ലൊരു റോസ്റ്റഡ് മണമാണ്. ആ സമയത്ത് നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ. ഗരം മസാലയുടെ റെസിപ്പി നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ടൊമാറ്റോയും കൂടെ ചേർക്കാം. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആ പൊടികൾ മൂക്കണം, ടൊമാറ്റോസ് വെന്ത് ഉടയണം. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല, ബീഫ് കുക്ക് ചെയ്യാൻ നേരത്ത് ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഈ സമയത്ത് ചേർക്കാം. അപ്പോൾ ടൊമാറ്റോയിൽ നിന്നൊക്കെയുള്ള വെള്ളം ഇറങ്ങി പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. ഈ മസാലകളൊക്കെ നന്നായിട്ട് മൂത്തു. ഇനി നമുക്കിതിനകത്തേക്ക് ഓൾറെഡി വഴറ്റി വെച്ചേക്കുന്ന ബീഫിനകത്തേക്ക് ചേർക്കാം. അപ്പോൾ ഇതിൽ നിന്ന് വെള്ളം മൊത്തം പറ്റിയത് കൊണ്ട് നമ്മളിങ്ങനെ കുക്ക് ചെയ്താൽ ഇനിയും ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങത്തില്ല. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ വെള്ളം ഒഴിച്ച് വേണം വേവിക്കാൻ. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർക്കാം. ഞാൻ ചേർത്തേക്ക് നല്ല ചൂടുവെള്ളമാണ്. ചൂടുവെള്ളം കൂടെ ചേർത്ത് വേണം വേവിച്ചെടുക്കാനായിട്ട്. നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഇനി നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. എപ്പോഴും ഇറച്ചിയുടെ വേവെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇറച്ചിയുടെ മൂപ്പ് അനുസരിച്ചിട്ടിരിക്കും. ഇപ്പോൾ ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത് 1 വിസിൽ ഹൈ ഫ്ലെയിമിൽ വെക്കും. അതിനുശേഷം തീ കുറച്ച്
ഒരു 6 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യും. ഇപ്പോൾ ഒരു വിസിൽ വന്നു. ഇനി തീ കുറച്ച് ലോ ഫ്ലെയിമിൽ ഒരു 6 മിനിറ്റും കൂടെ വെക്കാം. അടുത്തായിട്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് തേങ്ങ, ലൈറ്റ് ബ്രൗൺ ആവണം. കുറച്ച് നേരം ഒന്ന് വഴറ്റിയ ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചാണ് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ഒരു 5 ചുവന്നുള്ളിയും കൂടെ ചേർക്കാം. തേങ്ങ ഇട്ട് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയ ശേഷം അതിനകത്ത് വെള്ളം വാട്ടർ കണ്ടൻറ്റ് പോകുമല്ലോ, ആ സമയത്ത് കുറച്ച് എണ്ണയും കൂടെ ചേർക്കാം. എണ്ണ ഇല്ലാതെ നമുക്ക് വറുത്തരയ്ക്കാം, ഇത് ഇച്ചിരി ഫാസ്റ്ററാണ്. ഒരു ടീസ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങ മൂത്ത് ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കിതിനകത്തേക്ക് പെരുംജീരകം ചേർക്കാം. 1 ടീസ്പൂൺ പെരുംജീരകം. വീണ്ടും നന്നായിട്ട് ഡാർക്ക് ബ്രൗൺ കളറാകുന്ന വരെ മൂപ്പിച്ചെടുക്കും. ആ സമയം കൊണ്ട് പെരുംജീരകവും മൂക്കും, തേങ്ങയും ബാക്കിയുള്ളതോടെ മൂത്ത് കിട്ടും. ഇപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്തു, പെരുംജീരകം മൂത്തിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ശേഷം ഇതിനകത്തേക്ക് കുറച്ച് മസാലകളൂടെ ചേർക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 5-6 കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ആ ചൂടത്തിരുന്ന് പൊള്ള ചൂടിലിരുന്ന് നന്നായിട്ട് മൂത്ത് കിട്ടും. ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മസാല ബേൺഡ് ആവും, കരിഞ്ഞു പോകും. ഇത് നന്നായിട്ട് ചൂടാറണം. ചൂടാറിയ ശേഷം നമുക്ക് അരച്ചെടുക്കാം. ബീഫ് ഒന്ന് ചെക്ക് ചെയ്യാം. നന്നായിട്ട് വെന്തു, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുത്തു. പിന്നെ അത് ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്താണ് അരച്ചേക്കുന്നത്. അപ്പം നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന മിക്സ്ചറിനകത്തേക്ക് ചേർക്കാം. മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത്, ചൂടുവെള്ളമാണ്, ചൂടുവെള്ളം കൂടെ ചേർത്ത് ഒഴിക്കും. അപ്പോൾ തേങ്ങയുടെ മിക്സർ ചേർക്കുമ്പോൾ വീണ്ടും തിക്കാവും. അപ്പോൾ അത് കണക്കാക്കി വേണം വെള്ളം ചേർക്കാൻ. ഇനി ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് എണ്ണ തെളിഞ്ഞ് വരും, ആ ഒരു പരുവം വരെ കുക്ക് ചെയ്യുക. ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിനകത്ത് ആവശ്യത്തിന് നമ്മൾ ആദ്യം 1 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർക്കുകയാണ്. നമ്മൾ നേരത്തെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. കൂടാതെ കുറച്ച് പെപ്പർ, 1/2 ടീസ്പൂൺ പെപ്പർ, കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. ഇനി ഇത് അടച്ച് എണ്ണ നന്നായിട്ട് തെളിയുന്ന വരെ കുക്ക് ചെയ്യാം, ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. നമ്മുടെ കറി ഇവിടെ റെഡി ആകുന്ന സമയം കൊണ്ട് നമുക്ക് കടുക് വറുത്തെടുക്കാം. കടുക് വറുക്കാനായിട്ട് കുറച്ച് എണ്ണ, കോക്കനട്ട് ഓയിൽ 1 ടേബിൾ സ്പൂൺ. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകും ഒരു 4-5 ഉലുവായും കൂടെയാണ് ചേർക്കുന്നത്. ഉലുവയുടെ സീഡ്സ് ഒരു 4-5 ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് 2 വറ്റൽമുളക്, ചെറിയ പിടി കറിവേപ്പില. നമ്മുടെ കറി നോക്കിയ എണ്ണയൊക്കെ തെളിഞ്ഞ് റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇതിലേക്ക് ചേർക്കാം.
ഇനി ഇത് കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം, ആ ഫ്ലേവർ എല്ലാം കൂടി ഇൻഫ്യൂസ്ഡ് ആവാനായിട്ട്. സെർവിങ് ബോളിലേക്ക് മാറ്റാം. നമ്മൾ ഈ ഒരു അയവിലാണ് എടുത്തേക്കുന്നത് കറി. അപ്പം തനി നാടൻ സ്റ്റൈലിലുള്ള വറുത്തരച്ച കറി റെഡിയാണ്. അപ്പോൾ ഈ ഒരു കറി എന്ന് പറഞ്ഞാൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, ഇടിയപ്പം, പറാട്ടയുടെ കൂടെ ഒക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് എരിവുണ്ട്, പിന്നെ വറുത്തരച്ച ഫ്ലേവറോട് വരുമ്പോഴത്തേക്ക് നല്ലൊരു എക്സലൻറ്റ് ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.